ഇനി CPM ചിറ്റൂർ ഏരിയ സമ്മേളനത്തിൽ വിമതർ പങ്കെടുക്കില്ല. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റും ഏരിയ കമ്മിറ്റി അംഗവുമായ M. സതീഷ് ഉൾപ്പെടെയുള്ളവരാണ് വിട്ടുനിൽക്കുക. സതീഷിനൊപ്പം പഞ്ചായത്തിലെ 3 മെമ്പർമാരും ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല. ടി നന്ദഗോപാൽ വിശദാംശങ്ങൾ നൽകും. നന്ദഗോപാൽ, തിരുവനന്തപുരവും പത്തനംതിട്ടയും ആലപ്പുഴയും കഴിഞ്ഞാൽ CPMന് വലിയ തലവേദന ഉണ്ടാക്കുന്നത് പാലക്കാട്ടെ ചിറ്റൂർ പഞ്ചായത്തും കൊഴിഞ്ഞാമ്പാറയും ഒക്കെയാണ്. ഇന്നിപ്പോൾ നിർണായകമായ ഏരിയ സമ്മേളനം അവിടെ നടക്കുമ്പോൾ വലിയ പ്രതിഷേധമുയർത്തുന്ന ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ M. സതീഷ് ഉൾപ്പെടെയുള്ളവർ വിട്ടുനിൽക്കാനെടുത്ത സാഹചര്യം എങ്ങനെയാണ്? നേതൃത്വം ഇതിനകത്ത് വളരെ വേഗത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ടോ? പ്രശ്നപരിഹാരത്തിന് എന്തെല്ലാം ശ്രമങ്ങൾ ഈ സമയം നടക്കുന്നുണ്ട്? സൈഫുദ്ദീൻ, ഈ കൊഴിഞ്ഞാമ്പാറയിലെ ഒരു വിമത നീക്കങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ചയായതാണ്. അവർ ഈ ഒരു ഔദ്യോഗിക നേതൃത്വം നടത്തുന്ന പ്രതിനിധി സമ്മേളനത്തിന് സമാന്തരമായ സമ്മേളനം നടത്തുന്നത് മുതൽ സമാന്തരമായ CPM ഓഫീസ് തുടങ്ങുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഇന്നിപ്പോൾ കൊഴിഞ്ഞാമ്പാറ ഉൾപ്പെടുന്ന ചിറ്റൂർ ഏരിയ സമ്മേളനം നടക്കാനിരിക്കുന്നത്. പക്ഷേ ഇതിൽ വിമതർ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിമതർക്ക് നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഏരിയ കമ്മിറ്റി അംഗവുമായ M. സതീഷ് ഉൾപ്പെടെയുള്ള അംഗങ്ങളാണ് ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് അറിയിച്ചത്. അതിന് കാരണം ഇവർ പറയുന്നത് തങ്ങളെ ഈ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒന്നും ആരും അറിയിച്ചിട്ടില്ല, അതുകൊണ്ട് തങ്ങൾ ഇതിലേക്ക് പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു വിമതരുടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഏരിയ സമ്മേളനത്തിൽ ചർച്ചയാവും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും ഈ വിമതർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായാൽ അത് പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പ്രധാന കാര്യം ഈ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് 18 അംഗ ഭരണസമിതിയാണ്. ഇതിൽ CPMന് 7ഉം CPIക്കും ജനതാദൾ എസിനും ഓരോ അംഗങ്ങളുമാണ് ഉള്ളത്. ഇതിൽ CPMന്റെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേർ വിമതരാണ്. ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടായി ഇവർ പുറത്തു പോയാൽ 8 അംഗങ്ങളുള്ള കോൺഗ്രസ് ഭരണത്തിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ ഏരിയ സമ്മേളനത്തിൽ വിമതരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി കൂടെ ഉണ്ടാകുമോ എന്നുള്ളതും എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഏതായാലും വിമതരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ, പ്രത്യേകിച്ചും ഔദ്യോഗിക നേതൃത്വം നടത്തുന്ന ഏതൊരു പരിപാടിക്കും സമാന്തരമായി മറ്റൊരു പരിപാടി വിമതർ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം അങ്ങനെ ഈ വിമതരുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടാകുമോ എന്നുള്ളത് കൂടി പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും 10 മണിക്കാണ് ഉദ്ഘാടനം നടക്കുക. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഏരിയ സമ്മേളനമാണ്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ കൂടെ പ്രദേശമാണ് ചിറ്റൂർ. അപ്പോൾ അദ്ദേഹവും ഇവിടെ സജീവമായി ഉണ്ടാകും. അങ്ങനെ വലിയ രീതിയിൽ ചർച്ചയാകാൻ സാധ്യതയുള്ള CPMന്, പാലക്കാട് ജില്ലാ നേതൃത്വത്തിന് വലിയ തലവേദനയാകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിമത സ്വരം ഉയർന്നു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ചിറ്റൂർ ഏരിയ സമ്മേളനം നടക്കാനിരിക്കുന്നത്. ജില്ലാ നേതൃത്വവുമായുള്ള ഭിന്നതയാണല്ലോ ഈ കാര്യങ്ങൾ ഇത്രയധികം വഷളാക്കിയത്. അപ്പോൾ ഈ സുരേഷ് ബാബുവിന്റെ ഏറ്റവും ഒടുവിലത്തെ നീക്കം എന്താണ്? ഇവരിങ്ങനെ തന്നെ പിണങ്ങി നിൽക്കുന്ന മുറയ്ക്ക് ആ പഞ്ചായത്ത് ഭരണം CPMന് നഷ്ടമാകും. അതിന്റെ ഒരു സീരിയസ്നെസ് സംസ്ഥാന നേതൃത്വം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ നന്ദഗോപാൽ? ഈ ജില്ലാ നേതൃത്വം ഇതിൽ ഒരു പരിഹാര നടപടി അല്ലെങ്കിൽ ഒരു അനുനയ നീക്കത്തിലേക്ക് ഇല്ല എന്നുള്ളതാണ് അറിയിച്ചത്. പകരം ഇതിൽ പാർട്ടി ചട്ടങ്ങൾ അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കും, പാർട്ടി ചട്ടങ്ങൾ അനുസരിച്ചുള്ള നീക്കങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ജില്ലാ നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പാർട്ടിക്ക് ഒരു നിയമമുണ്ട്, അത് ലംഘിച്ചുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ അർഹതയില്ല, അത് താനാണെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് EN സുരേഷ് ബാബുവിന്റെ ഒരു നിലപാട്. അപ്പോൾ ഇതിനനുസരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഒരു നീക്കം അല്ലെങ്കിൽ നടപടികളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമായി തന്നെ ഇത് പരിഹരിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ജില്ലാ നേതൃത്വത്തിന്റെ ഒരു ഏകപക്ഷ നിലപാടിനെതിരെ ഈ വിമതർ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരാതിയും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു തരത്തിലുമുള്ള നടപടിയോ മറുപടിയോ വിമതർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ തങ്ങൾ ഈ CPMൽ നിന്നും എവിടെയും പോകുന്നില്ല, വിമതരായി കൊഴിഞ്ഞാമ്പാറയിൽ തന്നെ തുടരുമെന്നുള്ളതാണ് ഇവരുടെ ഒരു നിലപാട്. തങ്ങളാണ് ഇവിടുത്തെ യഥാർത്ഥ പാർട്ടി, ഇവിടെയുള്ള സാധാരണക്കാരായ CPM അനുഭാവികൾ തങ്ങളെയാണ് പിന്തുണയ്ക്കുന്നതെന്നും വിമതർ പറയുന്നു. അപ്പോൾ പാർട്ടിയിൽ നിന്നും പോവില്ല, വിമതരായി തന്നെ ഇവിടെ തങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിലാണ് ഇവരുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ ഏരിയ സമ്മേളനത്തിൽ ഈ കാര്യമാണ് ഏറ്റവും പ്രധാനമായും ചർച്ചയാവുക.